പണ്ടൊരു നാട്ടിൽ ഒരു കോഴിയമ്മയും മക്കളും താമസിച്ചിരുന്നു. അവരുടെ കോഴിക്കൂട്ടിൻ്റെ തട്ടിൻ പുറത്ത് 2 എലിക്കുട്ടന്മാരും താമസിച്ചിരുന്നു. ഈ എലിക്കുട്ടന്മാർ മഹാമടിയന്മാരായിരുന്നു. പക്ഷേ കോഴിയമ്മയുടെ മക്കളോ നന്നായിട്ട് പണിയെടുക്കുന്നവരായിരുന്നു. കോഴിയമ്മയും മക്കളും മുറ്റത്തിറങ്ങി അരിമണികളെല്ലാം കൊത്തിപ്പെറുക്കി കൂട്ടും. കോഴിയമ്മ എലിക്കുട്ടന്മാരെ വിളിക്കും. ഞങ്ങളുടെ ഒപ്പം നിങ്ങളും പണിക്ക് കൂടാമോ? ഈ അരിമണികളെല്ലാം പെറുക്കിയെടുത്താൽ നമുക്ക് അപ്പം ഉണ്ടാക്കി തിന്നാം. അപ്പോൾ എലിക്കുട്ടന്മാരെന്ത് പറഞ്ഞെന്നറിയോ? ഞങ്ങൾക്ക് വയ്യ, ഞങ്ങൾക്ക് ഉറക്കം വരുന്നു. എന്നിട്ട് അവർ കൂർക്കം വലിച്ച് തട്ടിൻ്റെ മുകളിൽ കിടന്ന് സുഖമായി ഉറങ്ങും. കോഴിക്കുട്ടികളോ പുറത്തിറങ്ങി ഓരോ അരിമണികളായി കൊത്തിപ്പെറുക്കി കോഴിയമ്മയ്ക്ക് കൊണ്ടു കൊടുക്കും. അങ്ങനെ അരിമണികളെല്ലാം പെറുക്കി കൂട്ടി കുറേ അരിമണികളായി. അങ്ങനെ അവരത് ഇടിക്കാൻ തീരുമാനിച്ചു. വെള്ളത്തിൽ നനച്ച് ഇടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കോഴിയമ്മ മെല്ലെ പോയി എലിക്കുട്ടന്മാരെ വിളിച്ചു. എടാ, നമുക്ക് അപ്പം ചുടണമെങ്കിൽ ഈ അരിയെല്ലാം പൊടിയാക്കണം, ഒന്ന് സഹായിക്കാൻ കൂടാമോ? അപ്പോൾ എലിക്കുട്ടന്മാരെന്ത് പറഞ്ഞെന്നറിയാമോ? ഞങ്ങൾക്ക് ഉറങ്ങണം, ഞങ്ങൾക്ക് വയ്യ. കോഴിയമ്മയ്ക്ക് സങ്കടം വന്നു. ഒരു പണിക്കും കൂടാത്ത 2 എലിക്കുട്ടന്മാർ. സാരമില്ല, നമുക്ക് ഇടിക്കാം. അങ്ങനെ കോഴിയമ്മയും മക്കളും കൂടി ആ അരിപ്പൊടിയെല്ലാം റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് കോഴിയമ്മ പിന്നെയും പോയി ചോദിച്ചു കേട്ടോ എലിക്കുട്ടന്മാരോട്, എടാ, കുറച്ച് വിറകൊക്കെ പെറുക്കിക്കൊണ്ട് തരുമോ? അപ്പം ചുടണ്ടേ? ഈ കോഴിയമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ, ഞങ്ങൾക്ക് ഉറക്കം വന്നിട്ട് വയ്യ, ഞങ്ങൾ ഉറങ്ങട്ടെ. അങ്ങനെ ഈ എലിക്കുട്ടന്മാർ കിടന്നുറങ്ങാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കും, കിടന്നുറങ്ങും, ഭക്ഷണം കഴിക്കും, കിടന്നുറങ്ങും. രാത്രിയായാൽ എല്ലായിടത്തും ചാടിക്കളിക്കും, പകൽ മുഴുവൻ ഉറങ്ങും. ഇങ്ങനെയായിരുന്നു എലിക്കുട്ടന്മാരുടെ പതിവ്. അങ്ങനെ കോഴിയമ്മയും മക്കളും കൂടി അരിയെല്ലാം ഇടിച്ച് പൊടിയാക്കി കുഴച്ചു. വിറകെല്ലാം പെറുക്കി കൊണ്ടുവന്നു. ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് നല്ല നെയ്യപ്പം കോഴിയമ്മ ഉണ്ടാക്കി. നല്ല മണം വരാൻ തുടങ്ങിയിട്ടോ നെയ്യപ്പത്തിൻ്റെ. എലിക്കുട്ടന്മാരിങ്ങനെ കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ ഗമ മണം ഇങ്ങനെ വരുന്നുണ്ട് അടുക്കളയിൽ നിന്ന്. ഓ, എന്തൊരു മണം! മെല്ലെ പോയി 2 നെയ്യപ്പം തിന്നാം എലിക്കുട്ടന്മാർ അങ്ങനെ വിചാരിച്ചു. പതുക്കെ ഇറങ്ങി വന്നു. കോഴിയമ്മയോട് ചോദിച്ചു, കോഴിയമ്മേ, നല്ല മണം വരുന്നുണ്ടല്ലോ. ഓ, നല്ല മണം വരുന്നുണ്ടോ? എന്തിൻ്റെ മണം? കോഴിയമ്മ ചോദിച്ചു. നല്ല നെയ്യപ്പത്തിൻ്റെ മണമാണ് വരുന്നത്. അതെയോ, അതിനെന്താ, ഞങ്ങൾക്ക് 2 എണ്ണം തരുമോ? എലിക്കുട്ടന്മാർ കോഴിയമ്മയോട് ചോദിച്ചു. എന്നാലേ നിങ്ങളിങ്ങോട്ട് വാ, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തന്നാലേ നിങ്ങൾക്ക് ഞാൻ നെയ്യപ്പം തരാം. ശരി. അങ്ങനെ എലിക്കുട്ടന്മാർ ഇറങ്ങി വന്നു. കോഴിയമ്മ ചോദിക്കാൻ തുടങ്ങി, ആരാണ് അരിമണികൾ പെറുക്കിയത്? അപ്പോൾ എലിക്കുട്ടന്മാർ പറയും, കോഴിയമ്മ. ആരാണ് അരിമണികളെല്ലാം ഇടിച്ച് പൊടിയാക്കിയത്? കോഴിയമ്മയും മക്കളും. എലിക്കുട്ടന്മാർ പറഞ്ഞു. പിന്നെയും കോഴിയമ്മ ചോദിച്ചു, ആരാണ് വിറകെല്ലാം പെറുക്കിക്കൊണ്ടുവന്നത് അപ്പം ചുടാൻ? അപ്പോൾ എലിക്കുട്ടന്മാർ പറഞ്ഞു, കോഴിയമ്മയും മക്കളും. ആരാണ് നെയ്യപ്പം ചുട്ടത്? കോഴിയമ്മ ചോദിച്ചു. അപ്പോൾ എലിക്കുട്ടന്മാർ പറയാണ്, അതും കോഴിയമ്മ തന്നെ. എന്നാലേ എൻ്റെ കുട്ടികളെല്ലാം കുളിക്കാൻ പോയിരിക്കുകയാണ്, അവർ വരുമ്പോൾ നല്ല വിശപ്പുണ്ടാവും. ഈ പണിയെല്ലാം എടുത്തത് എൻ്റെ മക്കളല്ലേ, നിങ്ങളപ്പോൾ എന്ത് ചെയ്യായിരുന്നു? ചോദ്യത്തിന് ഉത്തരമില്ല എലിക്കുട്ടന്മാർക്ക്. അവരെന്ത് ചെയ്യായിരുന്നു? അവർ സുഖമായി കിടന്നുറങ്ങായിരുന്നു അല്ലേ? അവർക്ക് നാണക്കേടായി ആ ചോദ്യം ചോദിച്ചപ്പോൾ. അവർക്ക് മറുപടി ഇല്ലാതായി. എന്നാലേ ഇത്രയും പണിയൊക്കെ എടുത്തിട്ടുള്ള എൻ്റെ മക്കൾ തന്നെ നെയ്യപ്പം തിന്നട്ടെ കേട്ടോ, കടന്നു പോയിക്കോളിയും ഇവിടുന്ന് എൻ്റെ മുന്നിൽ നിന്ന്. കോഴിയമ്മയ്ക്ക് ദേഷ്യം വന്നു. എലിക്കുട്ടന്മാർ തലതാത്തി മിണ്ടാതെ പോയി. അപ്പം ഈ കഥയിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം. വിതച്ചവർ തന്നെ കൊയ്തെടുത്ത് അനുഭവിക്കട്ടെ എന്നാണ് പഴമക്കാർ പറയുക. അപ്പോൾ നമ്മളെല്ലാവരും നന്നായിട്ട് അധ്വാനിക്കണം. അധ്വാനിക്കുന്നവരുടെ കൂടെ
സഹായിക്കണം എന്നുള്ള ഒരു ഗുണപാഠ കഥയാണ് ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ സ്വന്തം ടീച്ചറമ്മ.